സാധാരണ നമ്മളിപ്പോൾ ഏതൊരു പരീക്ഷ കൺസിഡർ ചെയ്യുന്ന സമയത്തും ആദ്യത്തെ ഒരു അഞ്ചെണ്ണം നമുക്ക് പറയുന്ന അത്യാവശ്യം കുറച്ച് പേർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് തരാം. പക്ഷെ ഇത് അഞ്ചെണ്ണം തന്നേക്കുന്നത് എനിക്ക് ആകപ്പാട് ഇതിൽ നേരജോ അറിയാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് ടുവിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. അവർക്ക് മെയിനായിട്ട് സ്റ്റേറ്റും ഉണ്ട്, CBSE ഉണ്ട്. അതുപോലെ സ്റ്റേറ്റിൽ സയൻസ് മാത്രമല്ല, സയൻസിനെ കുറിച്ച് മാത്രമാണ് അവർക്ക് വന്ന ഫിസിക്സ്, കെമിസ്ട്രി ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതുപോലെ തന്നെ കൊമേഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഭയങ്കര ടഫായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ടഫായിരുന്നു, അതിനെക്കുറിച്ച് ഈ ഒരു കുട്ടികൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ടഫാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ മോഡൽ എക്സാമിന് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇടണമായിരുന്നു. അല്ലാത്ത പക്ഷം ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള അവസാന പബ്ലിക് എക്സാം വരുന്ന സമയത്ത് ഇത്രയും ടഫ് ആകുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. കാരണം മോഡൽ എക്സാം അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. മോഡൽ എക്സാം വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇതുപോലെ തന്നെ ആയിരിക്കും പബ്ലിക് എക്സാം വന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി ഭയങ്കരമായിട്ടുള്ള ടഫായിരുന്നു ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും. അതുപോലെ തന്നെ കൊമേഴ്സിലുള്ള കുട്ടികൾക്കും ഇതേ കണക്ക് അവരുടെ സബ്ജക്ട്സും ഭയങ്കര ടഫുള്ളതായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ഈ ഒരു എക്സാം റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം കുറേയധികം വീഡിയോസ് കാണുകയുണ്ടായി. അഡ്വക്കേറ്റിനെയൊക്കെ സമീപിച്ചു, അഡ്വക്കേറ്റ് എന്ത് ചെയ്യുന്നു, ഇത് റദ്ദാക്കാനൊക്കെ അതിന് പ്രൊസീജിയറോ കാര്യങ്ങളായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എക്സാം റദ്ദാക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം അച്ചടിച്ച് വെളിയിറക്കി ഇപ്പോൾ എക്സാം എഴുതി, ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത് റദ്ദാക്കുമെന്ന്. അങ്ങനെ റദ്ദാക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ നിൽക്കരുത്. അത് ഉറപ്പായിട്ടും അങ്ങനെ റദ്ദാക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ എക്സാം ഇനി വരാനുള്ള സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് അതിന് വേണ്ടി കുറച്ച് ടൈം എടുത്ത് നല്ലോണം പഠിക്കുക. കാരണം ടഫ് ആവാനുള്ള ചാൻസ് ആയിരിക്കും ഇനിയും കൂടുതൽ. അത് മെയിനായിട്ട് നോക്കി പഠിക്കുക. ഒരിക്കലും റദ്ദാക്കാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണ് റദ്ദാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് പഠിക്കാതിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും റദ്ദാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ഇനി വരുന്ന സബ്ജക്റ്റ് ഇപ്പം മറ്റേത് നല്ലോണം കുറച്ച് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പം നിങ്ങൾ കുറച്ച് ഡൗൺ ആയിരിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് കണക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയുക, അങ്ങനെയൊന്നും ചെയ്യാതെ അവരെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എക്സാം വരുമ്പോഴത്തേനും അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോഴത്തേനും അവർക്ക് കുറച്ച് ധൈര്യം കിട്ടും അതിനെ ഒന്ന് നേരിടാൻ. അപ്പോൾ അവർ നേരിടും. സോ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യാതെ കുത്തിയിരുന്ന് പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ച് കുറച്ച് ടഫായിരിക്കും, നല്ല ടഫായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് ഇരുന്ന് പഠിക്കുക. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ മിസ്സുമാരോ ടീച്ചർമാരോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതേ കണക്ക് നിങ്ങൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറയും. നിങ്ങളുടെ ഗ്രൂപ്പുകൾ കാണും, അതിനകത്ത് അവരെടുത്ത് എന്താ പറയുക ഇങ്ങനത്തെ ടഫായിട്ടുള്ള ടീച്ചർമാരടുത്തൊക്കെ പറയാം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യുക, അതൊക്കെ ഒന്ന് നോക്കി റിവേഴ്സ് ചെയ്യാനോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴത്തേക്കും നിങ്ങൾക്കത് ബെറ്റർ ആവും. അല്ലാതെ ഒരിക്കലും എക്സാം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും റദ്ദാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ അപ്പോഴത്തേനും ഒന്നും ടെൻഷൻ അടിക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലാതെ നിങ്ങളിങ്ങനെ എക്സാം റദ്ദാക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു മണ്ടത്തരമാണ് ചെയ്യുന്നത്. പഠിക്കാൻ ഇനിയും കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് എക്സാമൊക്കെ ഉണ്ട്, ഇനി മാത്സ് എക്സാമൊക്കെ വരുന്നുണ്ട്, അതിനെല്ലാം സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക. അതിന് നിങ്ങൾ ഇപ്പം കിട്ടുന്ന സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ.